നമുക്ക് അങ്ങോട്ട് തൊടി പോവാ നടക്കേ. അച്ഛൻ ഗീതുവിന് എന്താ പറ്റിയത്? ഗീതുവിന് ചെറിയൊരു ദഹനക്കേട്, അതായത് ഒരു വിശപ്പില്ലായ. അപ്പോൾ അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് അവളെ വെറുതെ ഒന്ന് നടത്തിച്ച് നോക്കുകയാണ്. ശരിയാവും, ഇന്നത്തെ കഴിയുമ്പോഴേക്കൊക്കെ ശരിയാവും. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് തന്നെ ചിലർക്കത് ചില സമയത്ത് പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അവൾക്ക് അതിനുള്ള മരുന്ന് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ ബയോബൂസ്റ്റാണ് കൊടുക്കുക. ബയോബൂസ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ക്ലിയർ ആവും. ദഹനത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ തന്നെ ശരിയായി. എന്നാലും ഒന്നുകൂടി വെറുതെ നമ്മൾ നടത്തിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. അതാണ്. എന്തൊക്കെയാ ഇതിൻ്റെ ലക്ഷണങ്ങൾ? ലക്ഷണങ്ങൾ അവരിങ്ങനെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുക, തീറ്റെടുക്കാനൊരു മടി കാണിക്കുക, അയവെട്ടൽ കമ്മിയാവുക, അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക. മെയിനായിട്ട് കാലിത്തീറ്റ എടുക്കില്ല. അപ്പോൾ കാലിത്തീറ്റ പറയുമ്പോൾ കേസോ അല്ലെങ്കിൽ പെല്ലറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാതെ വരും. അതാണ് വരും. അപ്പോൾ ദഹനക്കേട് വരുമ്പോൾ ചില പശുക്കൾ നല്ലപോലെ വയറ് വീർത്ത് അങ്ങനെ അയവെട്ടാനൊക്കെ മടി കാണിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലതെങ്ങനെ വെച്ചാൽ തീറ്റ എടുക്കാതെ അങ്ങനെ ഒതുങ്ങിയൊരു ഭാഗത്ത് കിടക്കുക. അപ്പോൾ ഇപ്പോൾ അതിൽ ആ ലക്ഷണത്തിൽ പെട്ടിട്ടുള്ള പശുവാണ്. തീറ്റ എടുക്കാൻ ഒരു മടി കാണിക്കുക, വെറുതെ കിടക്കുക, പാലും കുറയും. അപ്പോൾ അത് കാരണം അവൾക്ക് ബയോബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്താൽ ശരിയാവും. അതിപ്പോൾ നമുക്കിപ്പോൾ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം നമുക്കത് അറിയും. അതിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർമാരെ വിളിച്ചാലും ഡോക്ടർമാർ ഇപ്പോൾ പറയുന്ന ചികിത്സ എന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ബയോബൂസ്റ്റോ അല്ലെങ്കിൽ അപ്പസോഡയോ ഒക്കെ കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ അവരെ വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അത്ര വലിയ സീരിയസ് ഒന്നുമല്ല. ഇത് ചെറിയൊരു പ്രശ്നം. അവൾക്ക് പിന്നെ അത് അവളെ ഇങ്ങനെ വെള്ളം ഒറ്റി വരുന്നുണ്ടോ, അങ്ങനെ വരുന്ന ഒരു കേസാണ്. അപ്പോൾ അത് നമുക്കറിയാം അവൾക്ക് ഇന്നതാണ് സൂക്കടെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിന് ഞങ്ങൾ ബയോബൂസ്റ്റ് കൊടുത്താൽ തന്നെ അവളുടെ സംഭവം ക്ലിയർ ആവും. ഇപ്പോൾ പാലുള്ളത് ഒരു 10-15 ലിറ്ററോളം പാല് കിട്ടുന്ന പശുവാണ്. അതിപ്പോൾ ഒരു ദിവസം ഇപ്പം നമുക്കൊരു 10ൻ്റെ താഴെയൊക്കെ ഇപ്പോൾ കിട്ടണുള്ളൂ, ഇന്നിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കത് ഇത്രയും പെട്ടെന്ന് മാറ്റണം. അതിനുള്ള ചികിത്സ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കഴിയുമ്പോഴേക്കൊക്കെ റെഡിയാവും. അതാണ് ഇതിൻ്റെ ചികിത്സ. നമ്മളെ പശുവിനെ അങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നത് ഈ നമ്മളിവരെ അങ്ങനെ ഇറക്കി കൊണ്ടുവരാത്തൊരു പശുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ നടക്കാനോ അല്ലെങ്കിൽ തീറ്റയൊക്കെയോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തൊടിയിൽ വിട്ടാക്കി കഴിഞ്ഞാൽ, പറമ്പിൽ വിട്ടാൽ തീറ്റ തിന്ന് ശരിയാവും. അതാണ്. അപ്പോൾ അവൾ തിരിഞ്ഞ് തൊഴുത്തിൽ പോകാനുള്ള പരിപാടിയാണ്. തൊഴുത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവൾക്ക് എന്താ വെച്ചാൽ അവൾക്ക് തീറ്റ അവിടെ അവർ തിന്നേണ്ടതിൻ്റെ ഇടയിൽ നിന്നാണ് അവളെ ഇറക്കി കൊണ്ടു നിൽക്കണത്. അപ്പോൾ അവൾക്ക് അവിടെ പോയി തിന്നാൻ വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്നത്. എന്തായാലും ഞാൻ തൊടി കൂടെയൊക്കെ ഒന്ന് കൊണ്ടുനടന്നൊന്ന് തീറ്റയുടെ ലെവലൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ശരിയാവും. ഇന്നത്തെ കഴിയുമ്പോഴേക്കൊക്കെ നാളേക്കൊക്കെ റെഡിയാവും. കഴി വാ വാ ലീവാ അങ്ങനെ വാ. ഒരു വ്യായാമം കൂടി ആയിക്കോട്ടെ.